നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 38 ശ്ലോകം 6. ദേവപ്രസീദ പരപൂരുഷതാപവല്ലി നെല്ലൂനിദാത്ര സമനേത്രകലാവിലാസിൻ ഗേദാനഭാ കുരു കൃപാ ഗുരുഭിക്കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരം നുധോവു. ശ്രീമന്നാരായണീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ദശകങ്ങളിൽ ഒന്നാണിത്. ഭഗവാൻ അവതരിച്ചു. കംസൻ്റെ തടവറയിലാണല്ലോ അവതരിച്ചത് ഭഗവാൻ. പിന്നീട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ വസുദേവരാണ് ഭഗവാന്റെ ആ പൂർണ്ണമായ ആ രൂപം കാണുന്നത്. വസുദേവർ സ്തുതിക്കുകയാണ്. പരമപുരുഷനാണ് തൻ്റെ മകൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വസുദേവർ പരമപുരുഷനെ എന്ന ഭഗവാനെ അഭിസംബോധന ചെയ്ത് പ്രസാദിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു. ആ സ്തുതിയുടെ അവസാനത്തിൽ പ്രസാദിക്കണമേ എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചുവല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം സാക്ഷാൽ പരമപുരുഷനായ ഭഗവാൻ തന്നെയാണ് ഇവിടെ തൻ്റെ മകനായി പിറന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്. സന്താപമാകുന്ന വള്ളിയെ മുറിച്ചു മാറ്റുന്ന ആയുധമായി തിളങ്ങുന്ന കടാക്ഷ ഭംഗിയാൽ വിലസുന്നവനാണെന്ന് മകനെ നോക്കി വസുദേവർ പുകഴ്ത്തി. സന്താപത്തെ ഒരു വള്ളിയായിട്ട് ആണ് കണക്കാക്കുന്നത്. വള്ളിയുടെ സ്വഭാവം എന്താണ്? അതിങ്ങനെ ഏതൊരു വസ്തുവിനെയാണോ അത് കിട്ടുന്നത് അതിനിങ്ങനെ ചുറ്റി 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 വിരിഞ്ഞ് അതിനെ മുറുക്കിക്കൊണ്ടങ്ങോട്ട് നിൽക്കും. അവിടെ തന്നെ അതിൻ്റെ പോഷണവും നടക്കുന്നു. അതുപോലെയാണ് ഇവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ. ഒരു വള്ളി പോയാൽ വേറൊരു വള്ളി, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ. പക്ഷെ അതിനെ മുറിച്ച് മാറ്റി ഇപ്പോൾ ഭഗവാൻ എന്നാണ് പറയുന്നത്. മുറിച്ച് മാറ്റുന്ന ആയുധമാണ്. നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും അത്തരം വള്ളികൾ ചുറ്റാതിരിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കാരുണ്യം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കടാക്ഷത്താൽ തൻ്റെ ദുഃഖം മുഴുവനും ഇല്ലാതാക്കി തരണമേ എന്ന് സന്തോഷത്തോടു കൂടി സ്തുതിയിൽ വസുദേവർ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. ഇനി ആ ദുഃഖമുണ്ടല്ലോ, അത് സഹിക്ക വയ്യ, അങ്ങ് അതിൽ നിന്നൊക്കെ എന്നെ കരകയറ്റണമേ എന്നാണ് ആ സ്തുതിയിൽ അദ്ദേഹം അവസാനം ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അടുത്ത ശ്ലോകം 7. മാത്രാ ച നേത്ര സലീലാതൃതഗാത്രവല്യ സ്തോത്രൈരഭീഷ്ടുത ഗുണകരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദിതമാനുഷബാലവേഷം. വസുദേവർ സ്തുതിച്ചതിന് ശേഷം ദേവകിയും മകനെ സ്തുതിച്ചു. രണ്ടുപേരും ഭഗവാന്റെ ദിവ്യരൂപം കണ്ടുകൊണ്ടാണ്. അപൂർണമായ രൂപം, വിശ്വരൂപം എന്ന് പറയാം, അത് കണ്ടു, നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. മഹാഭാഗ്യവാന്മാരാണ് അവർ എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മയും ദേവകി എന്ന സാധാരണ ഒരു വീട്ടമ്മയാണ്. അവർക്ക് എങ്ങനെയാണ് ദൈവത്തിനെ സ്തുതിക്കേണ്ടതെന്ന് പോലും അറിയില്ല. പക്ഷെ ഇവിടെ ഭഗവാന്റെ ആ പ്രകാശം അവരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടപ്പോൾ ആ ബുദ്ധി ഉണർന്ന് വളരെ നന്നായി ദേവകി സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അച്ഛനമ്മമാരാൽ പുകഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടിയ ഭഗവാൻ തൻ്റെ മുമ്പത്തെ 2 ജന്മങ്ങളിലുണ്ടായ കാര്യം അവരെ ബോധ്യപ്പെടുത്തി. ഭഗവാൻ എല്ലാവരുടെയും പൂർവ്വജന്മങ്ങളെപ്പറ്റിയും ഇനി ഉണ്ടാവുന്ന ജന്മങ്ങളെപ്പറ്റിയും വ്യക്തമായ ധാരണയുണ്ട്. ഭൂത ഭവ്യ ഭവത് പ്രഭു എന്നല്ലേ ഭഗവാനെ വിഷ്ണു സഹസ്രനാമത്തിൽ വിശേഷിപ്പിച്ചത്. ഭൂതകാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം, ഭാവികാലം, ഇത് 3ഉം ഒരേ സമയത്ത് ഭഗവാനെ കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഭഗവാൻ അവൻ്റെ ഭൂതകാലം എന്താണെന്നും വ്യക്തമായി ഭഗവാന്റെ മുമ്പിൽ ചിത്രമുണ്ടാവും. ഇപ്പോഴുള്ള ആ സംഭവം വർത്തമാനകാലം, ഇനി എന്താണ് ഇവന് സംഭവിക്കാൻ പോകുന്നുള്ളൊരു ചിത്രവും ഭഗവാന് കിട്ടും. ത്രികാലം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് പൂർവ്വജന്മങ്ങളിൽ, മുമ്പത്തെ 2 ജന്മങ്ങളിലുണ്ടായ കാര്യം അവരെ ബോധ്യപ്പെടുത്തി. ഈ ജന്മത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പുള്ള 2 ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ മകനായി പിറന്നിട്ടുണ്ടല്ലോ. അമ്മയുടെ അഭ്യർത്ഥനയെ മാനിച്ച്
തൻ്റെ ദിവ്യസ്വരൂപത്തെ ഒഴിവാക്കി മനുഷ്യ ശിശുരൂപത്തിലേക്ക് ഭഗവാൻ മാറി. മുമ്പുണ്ടായ 2 ജന്മങ്ങളിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചിട്ടുണ്ട്. ഉടനെ തൻ്റെ ആ ദിവ്യസ്വരൂപം മാറ്റി വെറും കൊച്ചു കുട്ടിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളൊന്ന് എന്താ ഈ 2 ജന്മം ഏതായിരുന്നു, അതിൽ എങ്ങനെയാണ് ഭഗവാൻ ജനിച്ചത്, അതിൽ ദേവകിയുടെയും വസുദേവരും ആരായിട്ടാണ് ജനിച്ചതെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ദേവകി വസുദേവരുടെ 2 മുജ്ജന്മങ്ങളിൽ അവർ ആരൊക്കെയായിരുന്നുവെന്നും അവരുടെ മകനായി ഏത് പേരിലാണ് ഭഗവാൻ അവതരിച്ചതെന്നും താഴെ രേഖപ്പെടുന്നു. വ്യാഖ്യാനത്തിൽ ആചാര്യൻ അതും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാക്ഷുഷ മന്വന്തരത്തിൽ ദേവകി പൃശ്നി എന്ന പേരിലാണ് ജനിച്ചത്. വസുദേവരാകട്ടെ സുതപസ് എന്ന പേരിലാണ്. അവരുടെ മകനായി ഭഗവാൻ അവതരിച്ചത് പൃശ്നി ഗർഭൻ എന്ന പേരിലാണ്. പൃശ്നി ഗർഭൻ എന്നാണ്. വൈവസ്വത മന്വന്തരത്തിൽ, അതിനുശേഷമുണ്ടായ മന്വന്തരത്തിൽ ദേവകി അതിഥിയായും വസുദേവർ കശ്യപനായും ഭഗവാൻ അവരിൽ അവതരിച്ചത് വാമനനായിട്ടുമാണ്. അപ്പോൾ ആ വാമനാവതാരവും കൂടി അതിനു മുമ്പ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മകനായിട്ടാണ് ഞാൻ അവതരിച്ചത് എന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഭഗവാൻ. ശ്ലോകം 8. തുത്പ്രേരിതസ്തദനു നന്ദതനൂജയാതെ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനു ത്വം ഹസ്തയോരദിതചിത്തവിദാര്യമാര്യൈ രംഭോരുഹസ്തകളഹം സകിശോരരമ്യം. ഇവിടെ ഭഗവാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഞാൻ കുട്ടിയായി കഴിഞ്ഞാൽ, പഴയ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി നന്ദഗോപരുടെ പത്നിയായ യശോദാദേവിയുടെ സമീപത്ത് കിടത്തുക. അവിടെ നിന്ന് അവർക്കുണ്ടായ മകളെ യോഗമായ എന്നാണ് പേര് എടുത്ത് ദേവകിക്ക് നൽകാനുമായിട്ട് തീരുമാനിക്കുകയാണ്. വസുദേവർ യോഗീന്ദ്രന്മാർക്ക് ധ്യാനാവസ്ഥയിൽ മനസ്സിൽ മാത്രം സങ്കല്പിക്കുവാൻ പറ്റുന്നവനായ ഭഗവാനെ തൻ്റെ 2 കൈകളെ കൊണ്ടും താമരപ്പൂവിലെ അരയണ്ണ ശിശുവിനെ പോലെ എടുത്തു എന്നാണ് പറയുന്നത്. വസുദേവരുടെ ഭാഗ്യം ആണ് ഇവിടെ പ്രത്യേകമായി പറയുന്നത്. പ്രപഞ്ചനാഥനായ ലോകത്തെ സംരക്ഷിക്കുന്ന മഹാവിഷ്ണു കൊച്ചു കുട്ടിയായപ്പോൾ ആ കുട്ടിയെ 2 കൈകളെ കൊണ്ട് എടുക്കാൻ പറ്റിയല്ലോ. അതിന് എത്ര ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, എത്ര ആൾ തപസ് ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും സാധിച്ചില്ല. പക്ഷെ വസുദേവർക്ക് കിട്ടിയ മഹാഭാഗ്യം വളരെ എടുത്തു പറയത്തക്ക കാര്യമാണ്. താമരപ്പൂവിൻ്റെ ഇലയിൽ അരയന്നെപ്പോഴും താമരക്കുളത്തിലുണ്ടാവും എന്നാണ് സങ്കല്പം. അതിന് കുട്ടി എങ്ങനെയായിരിക്കും, അതുപോലെയാണ് തൻ്റെ കൈകളിൽ ഭഗവാനെ എടുത്തത് എന്നാണ് പറയുന്നത്. പിന്നെ വസുദേവർക്ക് ആനകദുന്ദുഭി എന്നൊരു പേരും കൂടിയുണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. യോഗീശ്വരന്മാർക്ക് ധ്യാനദൃഷ്ടി കൊണ്ടുകൂടി സാക്ഷാത്കരിക്കുവാൻ സാധിക്കാത്ത പരംപുരുഷനായ ഭഗവാനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള ഭാഗ്യവിശേഷമുള്ളവൻ എന്ന് വസുദേവരുടെ ജനനസമയത്തെ ആസ്പദമാക്കി ദേവന്മാർ നൽകിയ പേരാണ് വസുദേവർക്ക് ആനകദുന്ദുഭി എന്ന്. അതുകൊണ്ട് ആണ് ആ പേരിൽ പിന്നീട് വസുദേവർ അറിയപ്പെടാൻ തുടങ്ങിയത്. അടുത്തത് ശ്ലോകം 9. ജാതാ തഥാ പശുഭസത്മനി യോഗനിദ്രാ വിമുദ്രിതമതാകൃതപൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈരത് ദ്വാരൈ സ്വയം വിഘടി സംഘടിതൈ സുഗാഢം. യോഗമായാദേവി അവതരിച്ചല്ലോ, ഗോകുലത്തിൽ അവതരിച്ചു. ഉടനെ തന്നെ അവർ മായാവിലാസം തുടങ്ങി എന്നാണ് പറയുന്നത്. അവർ മധുരാപുരവാസികളെ മുഴുവനും ഗാഠനിദ്രയിലാക്കി എന്നാണ് പറയുന്നത്. നമുക്ക് നിദ്ര ഉണ്ടാക്കി തരുന്നതും ദേവിയാണ് എന്ന സ്തുതിയുണ്ടല്ലോ ദേവി മഹാത്മ്യത്തിൽ. യാ ദേവി സർവഭൂതേഷു നിദ്രരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ. എല്ലാവരുടെയും ഉറക്കിൻ്റെ രൂപത്തിൽ, എല്ലാവരിലും ഉറക്കിക്കൊണ്ടുള്ള ആ ഒരു രൂപത്തിൽ ദേവി നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ യോഗമായ ആ ദേവി മധുരയിലുള്ള മുഴുവൻ പേരെയും ഗാഠമായ നിദ്രയിലാക്കി. എത്ര ശബ്ദമുണ്ടായാലും ഉണരാൻ പറ്റാത്ത രീതിയിൽ ഉറക്കി.
അതുപോലെ തന്നെ തടവറയുടെ വാതിലുകളെല്ലാം വളരെ കർക്കശമായി ഭടന്മാരെ കൊണ്ട് 1 അല്ല 2 അല്ല 3 അല്ല പൂട്ടുകളൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അത്രയും ഭദ്രമാക്കിയതായിരുന്നു. പക്ഷേ അതൊക്കെ തനിയെ തന്നെ തുറന്നു എന്നാണ് പറയുന്നത്. സ്വയം തുറക്കപ്പെട്ടു. വസുദേവർ കുട്ടിയെടുത്ത് പോകുമ്പോൾ ആ തടവറയിലെ പൂട്ട് ഇതൊക്കെ പോയി മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. ആ ഒരു ശക്തി ചൈതന്യം യോഗമായാദേവിയുടെ പ്രത്യേകതയാണ് എന്നുകൂടി ഇവിടെ സ്മരിക്കുകയാണ്. ശ്ലോകം 10. ശേഷേണ ഭൂരിഫണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപദോ മണിദീപിതേന ത്വാം ധാരയൻ സകലു ധന്യതമപ്രദസ്തേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. വസുദേവർ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ കയ്യിലെടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പുറപ്പെട്ടു. കുറച്ച് ദൂരമുണ്ട്, മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് ദൂരമുണ്ടല്ലോ, അമ്പാടിയിലേക്ക് ദൂരമുണ്ട്. അപ്പോഴാണ് മഴ. ചിങ്ങമാസമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ മാസത്തിന്. അപ്പോൾ അവിടെ മഴ വന്നു. ഏകദേശം ഭഗവാൻ ജനിക്കുന്ന സമയം നേരത്തെ പറഞ്ഞു അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രി തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അദ്ദേഹം കുട്ടിയെ കൊട്ടയിലാക്കി തലയിൽ വെച്ചിട്ടാണ് പോകുന്നത് വസുദേവർ. അപ്പോൾ മഴ ശരിക്കും ആ കുട്ടി ഏൽക്കല്ലോ. അപ്പോൾ ഈ സമയത്ത് ആദിശേഷൻ അവിടെ വന്നു എന്നാണ് പറയുന്നത്. ആ മഴയെ തടഞ്ഞ് ഒരു കുട പോലെ ആ പത്തിയൊക്കെ വിടർത്തി രത്നങ്ങളെ കൊണ്ട് പ്രകാശം പരത്തി ആദിശേഷൻ വസുദേവർക്ക് വഴി കാണിച്ചു കൊടുത്തു എന്നാണ്. ആ കൂരിരുട്ട സമയത്ത് എങ്ങനെ വസുദേവർ അമ്പാടിയിലേക്ക് പോയി എന്ന് ഇവിടെ വിവരിക്കുകയാണ്. ആദിശേഷൻ്റെ ആ പണത്തിലുള്ള ആ രത്നങ്ങൾ അത് നന്നായി ശോഭിക്കുമല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ ഭഗവാന് കുട ചൂടിയതുപോലെ ആ പണങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഭഗവാനെയും കൊണ്ട് വസുദേവർ അവിടെ എത്തി എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാന്റെ കഥ വിവരിക്കുമ്പോൾ ഭട്ടതിരിപ്പാട് ചിലപ്പോൾ സംശയനിവൃത്തി വരുത്തുവാനായി ഗുരുവായൂരപ്പനോട് അങ്ങനെയല്ലേ ഗുരുവായൂരപ്പ എന്ന് ചോദിക്കും. കാരണം ഭഗവാൻ ശ്രീലകത്ത് ആണല്ലോ ഉള്ളത്. ഇവിടെ വാതിൽമാടത്തിൽ ഭട്ടതിരിപ്പാടിരിക്കുന്നു. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ നോക്കും. അപ്പോൾ എഴുതിക്കഴിഞ്ഞ് അത് വായിച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെ അല്ലേ ഗുരുവായൂരപ്പ, എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷത്തോടു കൂടി ഭഗവാനുണ്ട് എന്ന ധാരണയോട് ചോദിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയും അതുപോലെ ചോദിക്കുകയാണ്, ഇത് തന്നെ അല്ലേ ഞാനീ പറഞ്ഞതുപോലെ തന്നെ അല്ലേ സംഭവം ഭഗവാനെ എന്ന് ഉറപ്പ് വരുത്തുകയാണ്. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ അപേക്ഷ തൻ്റെ രോഗവിമുക്തി. അത് നോക്കണേ, ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പലതും ഇങ്ങനെ എഴുതി പലതും അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ യഥാർത്ഥ സങ്കടം ഈ വാതരോഗമാണ്, അതിന് മുക്തി തരയണമേ എന്ന് പറഞ്ഞു. നമസ്തേ.